ഹലോ, ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങളൊരു ഗീ റൈസും ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണേ. ആദ്യം നമ്മൾ ഗീ റൈസാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചു, 2 പച്ചമുളക്, ഒരു ക്യാരറ്റ് ഇതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2.5 കപ്പ് അരി നന്നായി കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രം ഒന്ന് ചൂടായിട്ട് ഒരു പീസ് ബട്ടർ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനെ കോരിയെടുക്കാം. അടുത്തതായി സവാള ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്യാരറ്റ് ഇട്ടു. കാഷ്യൂനട്ടും മുന്തിരിയും മൂത്ത് കോരി വെച്ചതിന് ശേഷം ഈ ഗീയിലേക്ക് ആദ്യം പട്ട, ഏലക്ക, പെരുംജീരകം അതിട്ടു. അതിനുശേഷം സവാള കട്ട് ചെയ്തതും പച്ചമുളകും ക്യാരറ്റും ഇട്ടു. ഇതൊത്തിരി മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഉടനെ തന്നെ നമ്മൾ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 ഗ്ലാസ് വെള്ളമാണ് ഇനി ഇതിലേക്ക് ഒഴിക്കാൻ പോണത്. വെള്ളം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ബട്ടർ ഇട്ടതുകൊണ്ടാണ് ഈ ചെറുതായിട്ടൊരു കറുപ്പ് കളറുള്ളത്. ഗീ സാധാരണ ഗീ ഉണ്ടാക്കുമ്പോൾ ബട്ടർ ഉരുക്കിയിട്ട് അതിൻ്റെ തെളിയാണല്ലോ എടുക്കുക. അടിയിലെ കറുത്ത ഒരു ഇതുണ്ടാവുമല്ലോ, അതിപ്പോൾ ഇതിൽ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. ടേസ്റ്റിനൊന്നും കുഴപ്പമുണ്ടാവില്ല. ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇനി കഴുകി ഊറ്റി വെച്ച ഈ അരി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടാം. അരി കുറച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം തിള വന്ന് 5 മിനിറ്റായി. ഇനി ഇത് സിമ്മിൽ ഇടാൻ പോവുകയാണ്. സിമ്മിലൊരു 5 മിനിറ്റോളം ഇട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയാൽ മതി. ക്യാരറ്റിൻ്റെ സൈസ് വലുതാക്കിയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ടിടാം. ഇപ്പോൾ 10 മിനിറ്റിൽ ഗീ റൈസ് ഇവിടെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഗാർണിഷ് ചെയ്ത് കൊടുത്തു. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാം. 1/2 കിലോ ചിക്കനാണ് ഇത് കേട്ടോ, ബ്രസ്റ്റ് പീസാണ്. അപ്പോൾ ഈ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക്, അല്പം 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല, പിന്നെ ഗാർലിക് ജിഞ്ചർ. ഇത് ചതച്ചിട്ടുള്ളതാണ്, പേസ്റ്റൊന്നും ആക്കിയിട്ടില്ല. കുറച്ച് ഏകദേശം 1 ടീസ്പൂണോളം അതിട്ടു. 1 ടേബിൾ സ്പൂൺ തൈരും നമ്മളതിലേക്ക് മിക്സ് ചെയ്തു. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചിക്കൻ ഇടുന്നുണ്ട്. ഇതങ്ങനെ ഡീപ്പ് റോസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കറി വയ്ക്കുമ്പോൾ അത് പൊട്ടി പോകാതിരിക്കാനാണ്. ചിക്കൻ വറുത്ത് കോരിയ അതേ എണ്ണയിലേക്ക് സവാള ഇട്ടു. ഈ സവാള നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. സവാള ചെറുതായി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് അതിലേക്ക് ഇടാം. ഇത് ആദ്യം ഇട്ടാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയ്ക്ക് ആദ്യം ഇട്ടാലും മതി. എനിക്കത് അപ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകുന്ന പോലെ തോന്നാറുണ്ട്. സവാള വഴണ്ട് വന്നപ്പോൾ അതിന് കുറച്ചെടുത്തിട്ടുണ്ട്, അരയ്ക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ പൊട്ടറ്റോ ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പും പൊടികളെല്ലാം ചേർക്കാം.
ഉപ്പ് കുറച്ചിട്ടിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. ഈ പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്, മുളക് പൊടി ഒരു 2 ടീസ്പൂണാണ് എടുക്കുന്നത്. മുളകൊക്കെ എരിവിന് ആവശ്യമുള്ള അത്രയ്ക്ക് എടുക്കാം. ഇതിൽ കുറച്ച് കാശ്മീരി മുളകും ചേർക്കാൻ പോകുന്നുണ്ട്. ഒക്കെ മിക്സായി വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഈ പൊട്ടറ്റോ കൂടി വേവാനുണ്ട്, അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ചേർത്തു. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിയിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ പൊടികൾ ഇടുന്നതിന് മുൻപായിട്ട് ടൊമാറ്റോ പേസ്റ്റ് ചേർത്തിരുന്നു കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം കണക്കാക്കിയിട്ടാണ് ഇതിൽ ചേർത്തത്. നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. നേരത്തെ വഴറ്റി മാറ്റി വെച്ച സവാള അരച്ചത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ല തള വന്നതിന് ശേഷമാണ് ചേർക്കുന്നത്. ഇത് പ്രത്യേകിച്ച് കുക്കാവാനൊന്നുമില്ല, അത് ഓൾറെഡി കുക്കായ സവാളനെ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ടുള്ളതാണ്. ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറി സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഗീ റൈസും ചിക്കൻ കറിയും കഴിക്കാൻ പോവുകയാണേ.